മറ്റൊരു ഹുത്തമയാണ്. ഹുത്തമ വല്ലാത്ത അത്ഭുതമാണ്. ഹുത്തമ എന്ന് പറയുന്ന നരകത്തിന്റെ തട്ടേടാണ്. അത് വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന തട്ട. ഖുർആൻ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏത് രീതിയിലുള്ള തട്ടാന്നറിയോ? 4 ഭാഗവും ഭിത്തിവെക്കുമ്പോ ഈ ഹുതമ എന്ന് പറയുന്ന ഒരു തട്ട് അത് നീണ്ട ഒരു തൂണ് പോലെയുള്ള തട്ടാണ്. നീണ്ട ഒരു തൂണ് പോലെയുള്ള തട്ട്. അതിന്റെ ഉള്ളിലേക്ക് മനുഷ്യന്മാരെ വലിച്ചെറിഞ്ഞ അതിൽ കത്തിയാളുന്ന തീയിന്റെ ചൂട് കാണത്ത ഈ തട്ടിൽ നിന്ന് എണീറ്റ് ഓടാൻ വേണ്ടി തുടങ്ങുമ്പോ അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട് അതിന്റെ മുകളിൽ അടപ്പിടുന്നതാണ്. അതിന്റെ മുകളിൽ ഒരു അടപ്പിട്ട് കൊടുക്കും. മനസ്സിലാണ്ടോ പറയുന്നത്? അതിന്റെ മുകളിൽ ഒരു അടപ്പിട്ട് കൊടുക്കും. നീണ്ട തൂണ് പോലുള്ള. ഇതിന്റെ ഉള്ളിലേക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹു വലിച്ചെറിയുമെന്ന് അള്ളാഹു കാത്തിരിച്ചു. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ വമാ അദ്റാക വൽ ഹുതമാ നാറുല്ലാഹിൽ മൂഖദാ അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ. ഹുതമ എന്ന് പറയുന്ന തീയിലേക്ക് മനുഷ്യന്മാരെ ഇട്ടാൽ അത് മറ്റുള്ള നരകങ്ങളേക്കാ കഠിന കഠോരമായ ചൂടാണ്. പുറത്തുള്ള തീയിലേക്കാ ചൂട് കൂടുതലാണ്. അതിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് അതങ്ങ് അടക്കും. നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കൂലേ? റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ അതിനുള്ളിൽ ഇട്ടിട്ട് കണ്ട് അടച്ചു വെക്കും. അല്ലേ? സവായ നരകത്തിന്റെ പേരാണ്. സവായ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകൂലേ? ഒരുപാട് നരകമുണ്ട്. നരകം വിശദീകരിക്കണം ഒരുപാട്. നമ്മൾ തിരിണകോയി ആ രീതിയിൽ മനുഷ്യന്മാരുടെ വയറ്റിലൂടെ കമ്പി കയറ്റിയിട്ട് തിരിച്ചു കളയും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ രൂപം നോക്കി ഞാൻ പറഞ്ഞല്ലോ ഒരു രൂപം. കുറച്ച് സഹോദരിമാരുടെ കാലുകൾ മാറത്തേക്ക് കൈ മൂർദാവിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് കുറച്ച് ഉമ്മമാരെ ഞാൻ കണ്ടു. നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ അങ്ങാടിയിലേക്ക് ഇങ്ങനെ പോയാൽ കോഴി കിടക്കുന്ന രൂപവും ഏകദേശം അതേ രൂപം അല്ലേ? കാലൊക്കെ മടക്കി റെഡിയാക്കി ചുരുട്ടി കൂട്ടിയിട്ട് കമ്പിയിൽ കെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് ആ നരകത്തിലേക്ക് മനുഷ്യന്മാരെ ഇട്ട ഒന്നടങ്കം കത്തിപ്പോകുന്നതാണ്. ഈ തീയിന്റെ ചൂട് കാണത്ത ഇറങ്ങി ഓടാൻ വേണ്ടി നോക്കുമ്പോ അവനെ കൊണ്ടതിന് സാധിക്കുകയില്ല. അവർക്ക് അവസാനം വരെ എന്ന് പറഞ്ഞാ ദീർഘമില്ലാത്ത അവസാനമില്ലാത്ത അറ്റമില്ലാത്ത കാലത്തോളം അതിൽ കിടക്കേണ്ടി വരും. സാധുക്കളാണ് ആളുകളെ പറ്റിക്കാൻ, മക്കളെ മുതൽ നിന്നാൽ, പാവപ്പെട്ട ആളുകളെ സഹായിക്കാതിരുന്നാൽ കിട്ടുന്ന നേരം. നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിട്ട് പാവപ്പെട്ടവരെ സഹായിക്കാതെ ഈ പണം എന്റേതാണ്, എനിക്ക് സുഖിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നവർക്കുള്ള നേരം. നമ്മളെ പറ്റിയ സാധുക്കളാണ് നമ്മൾ അല്ലാഹു രക്ഷപ്പെടുത്തുന്നത്.